ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂണിഫോമിൻ്റെ സ്റ്റിച്ചിങ് റേറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർക്കും അല്ല ഷോപ്പിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ഇത് ഉപകാരപ്രദമാണ്. നമ്മളീ പറയുന്നത് സ്റ്റാർട്ടിംഗ് റേറ്റാണ് കൂടുതലും പറയുന്നത്. അപ്പോൾ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഈ റേറ്റോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് 50 രൂപ കുറച്ചിട്ടോ വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് റേറ്റ് നോക്കാം. LKG UKG അങ്ങനെ വരുന്ന കൊച്ചു കുട്ടികൾക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 250 രൂപയാണ് പ്ലെയിൻ ആയിട്ടുള്ള ഷർട്ടിന്. ഇതിൻ്റെ കോളറ്, ഫ്രണ്ട് പോർഷൻ, അതുപോലെ സ്ലീവിലൊക്കെ ബോട്ടത്തിൻ്റെ പീസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 30 രൂപ മുതൽ 80 രൂപ വരെ നമുക്ക് എക്സ്ട്രാ വാങ്ങാവുന്നതാണ്. കൊച്ചു കുട്ടികളുടെ ഷോർട്സിന് പോക്കറ്റ് ഇല്ലാത്തതിന് 300ഉം പോക്കറ്റ് ഉള്ളതിന് 350 രൂപ മുതൽ 400 രൂപ വരെ വാങ്ങാവുന്നതാണ്. കുട്ടികളുടെ പാൻറ്റിന് ഇതുപോലെ തന്നെ 350 രൂപ മുതൽ 400 രൂപ വരെ വാങ്ങാവുന്നതാണ്. നെക്സ്റ്റ് പിനാഫോറാണ്. പിനാഫോർ വരുമ്പോൾ അതിൻ്റെ മോഡലിനനുസരിച്ചാണ് റേറ്റ് വരുന്നത്. 350 രൂപയാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. അതിൻ്റെ നെക്കിലും അതുപോലെ പ്ലീറ്റ്സിലും ഒക്കെ വരുന്ന ഡിഫറൻസ് അനുസരിച്ച് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങാവുന്നതാണ്. സ്കേർട്ട് വരുമ്പോൾ നോർമൽ പ്ലീറ്റ് വന്നിട്ട് ബാക്കിലും ഫ്രണ്ടിലും ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 280 രൂപ മിനിമം വാങ്ങാവുന്നതാണ്. അതിനുശേഷം വരുന്നത് ബോക്സ് പ്ലീറ്റ് വന്നിട്ട് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും ഒക്കെ കൊടുത്ത് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ 350 രൂപ വരെയൊക്കെ വാങ്ങാവുന്നതാണ് കേട്ടോ. കുട്ടികളുടെ ഒരു ഇതാണ് പറയുന്നത്. വലിയവർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചാർജിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ്. മുതിർന്ന കുട്ടികളുടെ ടോപ്പ് ബോട്ടം സെറ്റ് വരുമല്ലോ, അതിന് നമുക്ക് നമ്മളുടെ ഏരിയയിൽ വാങ്ങുന്ന ചുരിദാറിൻ്റെ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും തന്നെ സ്റ്റിച്ചിങ് ചാർജാണ് വാങ്ങുന്നത്. നമ്മുടെ ഏരിയയിൽ 400 രൂപയാണ് വാങ്ങുന്നത് കേട്ടോ. യൂണിഫോം കോട്ടിന് പോക്കറ്റ് ഇല്ലാത്തതിന് നോർമലി വാങ്ങുന്നത് 300 അതിൻ്റെ പോക്കറ്റ് വരുന്നതിൻ്റെ അനുസരിച്ചും പൈപ്പിംഗ് ആഡ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരുന്നതാണ് കേട്ടോ. ഹൈസ്കൂൾ കോളേജ് തലത്തിലുള്ള കുട്ടികളുടെ ഇതുപോലെ വരുന്ന ബോട്ടം ഷർട്ട് അതുപോലെ തന്നെ കോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ സെറ്റിന് വാങ്ങുന്നത് 950 രൂപയാണ്. പിന്നെ ഇതിൽ ചാർജസിൽ വ്യത്യാസം വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ കൊടുക്കുന്ന ഡീറ്റെയിലിങ്സിനനുസരിച്ചാണ്. അതായത് ഇപ്പോൾ ചില കോട്ടുകളിൽ പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഷർട്ടിൻ്റെ സ്ലീവിലും ഫ്രണ്ട് പോർഷനിലും ഒക്കെ പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. കോട്ടിൽ എംബ്ലം വരുന്ന ടൈപ്പുണ്ട്. കോട്ടിൻ്റെ ഭാഗം ഇതുപോലെ വേറൊരു ഷേപ്പിൽ വരുന്നതുണ്ട്. കോട്ടിലും പിനാഫോറിലും ഒക്കെ ഡബിൾ ലെയർ കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രോക്ക് ടൈപ്പുണ്ട്. അപ്പോൾ പല മോഡലിലാണ് യൂണിഫോംസ് വരുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന യൂണിഫോം ഏത് രീതിയിലാണ് ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് ഫിനിഷിങ് നമ്മൾ കൊടുക്കുന്നത്, നമുക്ക് എടുക്കുന്ന ടൈം, അതിൻ്റെയൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് തീരുമാനിക്കുന്നത്. നമ്മുടെ നിയർ ബൈ ഷോപ്പുകളിലുള്ള ചാർജ് തന്നെ നമ്മൾ മേടിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ഓരോരുത്തരും സ്റ്റിച്ച് ചെയ്യുന്ന രീതിയും കൊടുക്കുന്ന ഫിനിഷിങ്ങും വ്യത്യസ്തമാണ്. അപ്പോൾ അവനവൻ്റെ സ്റ്റിച്ചിങ് രീതി എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ചാർജ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. വീട്ടിലിരുന്ന് തയ്ക്കുന്നവർക്കും അതനുസരിച്ച് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ ഓൾട്രേഷൻ കൊണ്ടുവരുമ്പോൾ നമുക്ക് മിനിമം ഒരു 50 രൂപ മുതൽ എന്തൊക്കെയാണ് അതിൽ വരുന്ന ഓൾട്രേഷനനുസരിച്ചിട്ടുള്ള ചാർജ് വാങ്ങാവുന്നതാണ്. വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.